വഖഫ് ബോർഡ് നിയമനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ മുസ്ലിം സംഘടനകളുടെ യോഗം വിളിച്ചു. ഏപ്രിൽ 20-ന് തിരുവനന്തപുരത്താണ് യോഗം. വിവരങ്ങളുമായി മുഹമ്മദ് ഷഹീദ് ചേരുന്നു. ഷഹീദ്, അത് വീണ്ടും ഒരു വിവാദ വിഷയമായി ഉയർന്നു വരികയായിരുന്നു. സർക്കാരിനെതിരെ അടക്കിപ്പിടിച്ച രോഷം സമസ്തയടക്കമുള്ള സംഘങ്ങൾക്ക് അകത്തുണ്ട് എന്ന വിവരവും പുറത്തു വന്നിരുന്നു. ഇപ്പോൾ ഏത് ദിവസത്തേക്കാണ് യോഗം വിളിച്ചിരിക്കുന്നത്? എന്താണ് അതിൻ്റെ മറ്റ് വിവരങ്ങൾ? സനീഷ്, ഏപ്രിൽ 20-നാണ് മുഖ്യമന്ത്രി മുസ്ലിം സംഘങ്ങളുടെ യോഗം വിളിച്ചിരിക്കുന്നത്. നേരത്തെ സമസ്ത മുഖ്യമന്ത്രിയുമായി നടത്തിയ ചർച്ചയിൽ വഖഫ് ബോർഡ് നിയമനം PSCക്ക് വിട്ട തീരുമാനം താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുകയാണ്. ഇനി മുസ്ലിം സംഘങ്ങളുടെ യോഗം വിളിച്ചതിന് ശേഷം മാത്രമേ, അവരോട് സംസാരിച്ച ശേഷം മാത്രമേ സർക്കാർ ഇനി തുടർ നടപടിയിലേക്ക് നീങ്ങുമെന്ന് സർക്കാർ ഉറപ്പ് നൽകിയിരുന്നു. ഇതിന് പിന്നാലെയാണ് സമസ്ത പ്രത്യക്ഷ പ്രക്ഷോഭ പരിപാടികളിൽ നിന്ന് പൂർണ്ണമായി പിൻവാങ്ങുകയും മുസ്ലിം കോർഡിനേഷൻ കമ്മിറ്റിയിൽ നിന്ന് പോലും മാറി നിൽക്കുകയും ചെയ്യുന്ന സാഹചര്യമുണ്ടായത്. പക്ഷേ ഇന്നലെ മന്ത്രി V. അബ്ദുറഹ്മാന്റെ നിയമസഭയിലെ പ്രസംഗം അത് സമസ്തയെ വളരെ പ്രകോപിപ്പിച്ചിരുന്നു. അതായത് PSCക്ക് വിട്ട നടപടിയുമായി സർക്കാർ മുന്നോട്ട് പോകുമെന്നായിരുന്നു ഈ നിയമസഭയിൽ മന്ത്രി V. അബ്ദുറഹ്മാൻ പറഞ്ഞത്. അതിനെതിരെ സമസ്ത വൈകിട്ട് ജിഫ്രി മുത്തുക്കോയ തങ്ങളുടെ രംഗത്ത് വന്നു. അതായത് സർക്കാർ മുഖ്യമന്ത്രി നൽകിയ ഉറപ്പിന് വിരുദ്ധമാണ് മന്ത്രിയുടെ പ്രസ്താവന. അടിയന്തരമായി സർക്കാർ ഈ വിഷയത്തിൽ നേരത്തെ നൽകിയ ഉറപ്പിനനുസരിച്ച് ഈ മുസ്ലിം സംഘടനകളുടെ യോഗം വിളിച്ചു ചേർക്കണമെന്നായിരുന്നു ജിഫ്രി മുത്തുക്കോയ തങ്ങളുടെ പ്രസ്താവന. ആ പ്രസ്താവന വന്നതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും ഇത്തരമൊരു വിവരം ലഭിക്കുന്നത്. അതായത് ഏപ്രിൽ 20-ന് മുസ്ലിം സംഘങ്ങളുടെ യോഗം വിളിച്ചു ചേർക്കാനുള്ള തീരുമാനം. ഈ വഖഫ് ബോർഡ് നിയമനം PSCക്ക് വിട്ട തീരുമാനത്തിൽ നിന്നും സർക്കാർ പിൻവാങ്ങണം. ഒപ്പം തന്നെ ഈ സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് ബോർഡ് ഉൾപ്പെടെയുള്ള മറ്റേതെങ്കിലും സംവിധാനം ഈ വിഷയത്തിൽ വേണമെന്നായിരുന്നു സമസ്ത ഉൾപ്പെടെയുള്ള സംഘടനകൾ, പ്രധാനമായും സമസ്ത, ഈ ആവശ്യമായിരുന്നു മുന്നോട്ട് വെച്ചിരുന്നത്. ഈ യോഗത്തിൽ ഈ വിഷയം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചർച്ചയാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. വളരെ പെട്ടെന്ന് ഇത്തരമൊരു തീരുമാനത്തിലേക്ക് വരുന്നതിൻ്റെ പ്രചോദനമായത് നമ്മൾ മനസ്സിലാക്കുന്നിടത്തോളം ഇന്നലത്തെ നിയമസഭയിലെ V. അബ്ദുറഹ്മാന്റെ പ്രസ്താവനയാണ്. അത് സമസ്തയെ വളരെ രീതിയിൽ പ്രകോപിപ്പിക്കുന്നതായിരുന്നു, ഞെട്ടിക്കുന്നതായിരുന്നു, പ്രതിസന്ധിയിലാക്കുന്നതായിരുന്നു. കാരണം സർക്കാരിനെയും മുഖ്യമന്ത്രിയെയും വിശ്വസിച്ച് മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിൽ നടത്തിയിരുന്ന ഈ സർക്കാർ വിരുദ്ധ വഖഫ് പോരാട്ടത്തിൽ നിന്നും പിൻവാങ്ങാൻ സമസ്തക്കുള്ളിൽ നിന്നുള്ള സമ്മർദ്ദങ്ങൾ അതിജീവിച്ചാണ് ജിഫ്രി മുത്തുക്കോയ തങ്ങളുടെ നേതൃത്വത്തിലുള്ള ആ സമസ്ത നേതൃത്വം ആ തീരുമാനമെടുത്തത്. പക്ഷേ ആ തീരുമാനത്തെ തങ്ങൾ വഞ്ചിക്കപ്പെട്ടു എന്നൊരു പ്രതീതി ചില കോണുകളിൽ നിന്നെങ്കിലും സമസ്തയ്ക്കുള്ളിൽ നിന്ന് പോലും ഉയർന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ ഘട്ടത്തിലാണ് ഇന്നലെ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഇന്നലെ ഒരു പ്രസ്താവന, മന്ത്രി V. അബ്ദുറഹ്മാന്റെ നിലപാടിനെ ചോദ്യം ചെയ്തുകൊണ്ടുള്ള ഒരു പ്രസ്താവന ഇറക്കിയത്. പക്ഷേ ആ പ്രസ്താവനയിലും അപ്പോഴും മുഖ്യമന്ത്രിയെ വിശ്വാസത്തിലെടുക്കുന്നു, മുഖ്യമന്ത്രിയുടെ വാക്കുകൾ ഞങ്ങൾ വിശ്വസിക്കുന്നു, അതുകൊണ്ട് തന്നെ ഈ മുസ്ലിം സംഘങ്ങളുടെ യോഗം ഉടൻ വിളിച്ചു ചേർക്കണമെന്നായിരുന്നു ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ആവശ്യപ്പെട്ടിരുന്നത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇത്തരമൊരു അറിയിപ്പ് നൽകിയിരിക്കുന്നത്. അതായത് 20-ന്, അടുത്ത മാസം 20-ന് ഇത്തരമൊരു സംഘടനയുടെ യോഗം വിളിച്ചു ചേർക്കാൻ തിരുവനന്തപുരത്തായിരിക്കും യോഗമെന്നും അറിയിച്ചിട്ടുണ്ട്. ആ യോഗത്തിൽ 20-ാം തീയതി യോഗം വിളിച്ചു ചേർത്തിട്ടുണ്ട് പിണറായി വിജയൻ മുഖ്യമന്ത്രി, മുസ്ലിം സംഘടനകളുടേത്. നേരത്തെ സമസ്തയടക്കമുള്ള സംഘങ്ങളുടെ എതിർപ്പിലേക്ക് കാര്യങ്ങൾ കൂടുതലായിട്ട് പോകുമോ എന്ന ഒരു സംശയം അന്തരീക്ഷത്തിൽ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ചും ഇന്നലെ നിയമസഭയിൽ മന്ത്രി നടത്തിയ പ്രസ്താവനയെ തുടർന്ന്. അതേ തുടർന്നാണ് വളരെ പെട്ടെന്ന് തന്നെ 20-ാം തീയതി എന്ന് വെച്ചാൽ 4 ദിവസമേ ഉള്ളൂ ഷഹീദ് യോഗം നടക്കാൻ. ഇത് യഥാർത്ഥത്തിൽ സർക്കാരും സമസ്തയും, അല്ലെങ്കിൽ സർക്കാരും മുസ്ലിം സംഘടനകളും എന്ന നിലയിൽ നിന്ന് മാത്രമല്ലല്ലോ ഇതിനെ കാണാനാവുക. ഈ മുസ്ലിം ലീഗും സമസ്തയും തമ്മിലുള്ള ബന്ധത്തിൽ വലിയ ഫ്രിക്ഷൻ ഉണ്ടാക്കിയ, അതിനകത്ത് തുടർ വിവാദങ്ങളിലേക്കും മറ്റുമൊക്കെ പോയ ഒരു കാര്യം കൂടിയാണല്ലോ ഇത്. മുസ്ലിം ലീഗ് സർക്കാർ സമസ്തയടക്കമുള്ള മുസ്ലിം സംഘടനകളെ വഞ്ചിക്കുകയാണ് എന്ന നിലപാട് ഇന്നലെയും PMA സലാം ആവർത്തിച്ച് പറയുന്ന നിലയുണ്ടായിരുന്നു. സ്വാഭാവികമായിട്ടും ആ വിവാദത്തിൽ നിന്ന് രക്ഷപ്പെടുക എന്നതുകൂടെ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുള്ളൊരു നിലപാടായിരിക്കുകയില്ലേ? അതുകൊണ്ടായിരിക്കില്ലേ ഇപ്പോൾ ഏപ്രിൽ 20-ാം തീയതി യോഗം വിളിച്ചു ചേർത്തിട്ടുണ്ടാവുക. പക്ഷേ ഈ പ്രധാനപ്പെട്ട വിഷയത്തിൽ, സമസ്ത വഖഫുമായി ബന്ധപ്പെട്ട ഈ വിഷയത്തിൽ അങ്ങനെ ഖണ്ഡിതമായിട്ട് സമസ്തയ്ക്കും മുസ്ലിം സംഘടനകൾക്കും അനുകൂലമായൊരു നിലപാട് സ്വീകരിക്കാൻ സർക്കാരിന് സാധിക്കുകയില്ലല്ലോ. എന്താണ് അതേക്കുറിച്ച് നമുക്കറിയാവുന്ന കാര്യങ്ങൾ? സനീഷ്, തീർച്ചയായും സമസ്തയുമായും വളരെ അടുത്ത നല്ല ബന്ധമാണ് സർക്കാർ ഇപ്പോൾ വെച്ച് പുലർത്തുന്നത്. മുഖ്യമന്ത്രിയായാലും CPM സെക്രട്ടറി ആയാലും ഉൾപ്പെടെ ആ കാര്യങ്ങൾ പലപ്പോഴായി പല ഘട്ടത്തിലും പറഞ്ഞിട്ടുണ്ട്. അതായത് സമസ്തയുമായി നല്ല ബന്ധം പുലർത്തുന്നുണ്ട്, സർക്കാർ പുലർത്തുന്നുണ്ട് എന്നുള്ള കാര്യം. സമസ്തയും ഈ വിഷയത്തിൽ സർക്കാരുമായി അത്തരം പ്രത്യേകിച്ച് അഭിപ്രായ വ്യത്യാസങ്ങളൊന്നുമില്ല. സർക്കാരിൻ്റെ പ്രത്യേകിച്ചും വഖഫിലെ വിവാദ വിഷയം ഉണ്ടായിട്ട് പോലും സർക്കാർ പിന്നീട് എടുത്ത നിലപാടുകൾ തങ്ങൾ അംഗീകരിക്കുന്നു, വിശ്വാസത്തിലെടുക്കുന്നു. അങ്ങനെ ഒരു നിലപാട് സമസ്തയും പറഞ്ഞിട്ടുണ്ട്, ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നല്ല ബന്ധമാണുള്ളത്. ഈ ബന്ധം വഷളാക്കാൻ ഏതായാലും സർക്കാർ ഉദ്ദേശിക്കുന്നില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇന്നലെ നിയമസഭയിൽ V. അബ്ദുറഹ്മാന്റെ പ്രസ്താവനക്കെതിരെ വലിയ പ്രതിഷേധം സമസ്തക്കുള്ളിൽ രൂപപ്പെട്ട സമയത്ത് അതിന് തൊട്ട് പിറ്റേ ദിവസം ഇത്തരമൊരു പ്രതിഷേധത്തിലേക്ക്, ഇത്തരമൊരു പ്രസ്താവനയിലേക്ക് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇത്തരമൊരു അറിയിപ്പിലേക്ക്, ചർച്ചയ്ക്ക് ഉള്ള ഒരു തീരുമാനം അറിയിച്ചുകൊണ്ടുള്ള ഒരു അറിയിപ്പ് വന്നത് എന്നുള്ളതാണ്. ഈ സമസ്ത ഈ നിലപാടെടുത്തത് മുഖ്യമന്ത്രിയുമായുള്ള ചർച്ച വിശ്വാസത്തിലെടുത്ത് ഈ പ്രക്ഷോഭത്തിൽ നിന്നും പിന്മാറിയതിനെതിരെ മുസ്ലിം ലീഗിന്റെ ഭാഗത്തുനിന്നും വലിയ എതിർപ്പുണ്ടായിരുന്നു. മുസ്ലിം ലീഗ് അതിനെ പലപ്പോഴും പരസ്യമായി വിമർശിച്ചിട്ടുണ്ട്. മുസ്ലിം സംഘടനകളെ, സമസ്തയും ഒക്കെ സർക്കാർ
പറഞ്ഞു പറ്റിക്കുകയാണ്. മുൻകാല അനുഭവം അതാണ്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിലും അങ്ങനെ തന്നെ സംഭവിക്കും, വഞ്ചിക്കപ്പെടും എന്നുള്ള പ്രസ്താവന പല ഘട്ടത്തിലായി മുസ്ലിം ലീഗിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. സമസ്തക്കുള്ളിൽ തന്നെ മുസ്ലിം ലീഗ് അനുകൂല വിഭാഗം ഇങ്ങനെ ഏകപക്ഷീയമായി ഈ പ്രതിഷേധത്തിൽ നിന്നും പിന്മാറിയതിനെതിരെ വലിയ പ്രതിഷേധം ഉയർത്തിയത്. പക്ഷേ ജിഫ്രി തങ്ങളുടെ നിലപാട് ഉറച്ചതായതുകൊണ്ട് അതിൽ നിന്നും അവർക്ക് അങ്ങനെ തന്നെ മുന്നോട്ട് പോകേണ്ടി വന്നു എന്നുള്ളതാണ്. ഇന്നലെ PMS പറഞ്ഞത് അതിന്റെ ബാക്കിയാണ്. അതായത് തങ്ങൾ നേരത്തെ പറഞ്ഞിരുന്നു ആ വിഷയം 20-ാം തീയതിയാണ് യോഗം.